രജിസ്ട്രാർ സെക്ഷൻ 3-ലും ഡെഫിനീഷൻ പറഞ്ഞിരിക്കുന്നത് 2P-ലുമാണ്. സെക്ഷൻ 3-ഉം ഡെഫിനീഷൻ 2P. ഫ്രണ്ട് ഫിലോസഫർ ആൻഡ് ഗൈഡ് ടു കോപ്പറേറ്റീവ്സ് എന്നറിയപ്പെടുന്നത് രജിസ്ട്രാറാണ്. ഫ്രണ്ട് ഫിലോസഫർ ഗൈഡ് ആരാണ് അപ്പോയിന്റ് ചെയ്യണത്? ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യണത്. ആരായിരിക്കും രജിസ്ട്രാർ? എനി ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് രജിസ്ട്രാർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാം. ഇത് അമെൻമെന്റ് ആണ്. മുന്നേ എനി പേഴ്സൺ എന്നായിരുന്നു, ഇപ്പോൾ എനി ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നായി. ഫസ്റ്റ് രജിസ്ട്രാർ ജനറൽ ഓഫ് ട്രാവങ്കൂർ ആരാ? സി ഗോവിന്ദപിള്ളയാണ്. ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പുറത്തിട്ടത്. ജിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു സി ഉണ്ടല്ലോ, അങ്ങനെ ആലോചിച്ചാൽ മതി. സി ഗോവിന്ദപിള്ള. ഇനീഷ്യലി മാറ്റിയിട്ടിട്ട് ഓപ്ഷൻ ഇടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആൻസർ സി ഗോവിന്ദപിള്ള. ഇയർ 1915. ഫിക്സസ് ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ ദ ഡെപ്പോസിറ്റ്സ് ഓഫ് പാക്സ് ആൻഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. പാക്സിൻ്റെയും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെയും ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് രജിസ്ട്രാറാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, കേരള ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ എന്ത് എഴുതണം നമ്മൾ? രജിസ്ട്രാർ. രജിസ്ട്രാർ ഷുഡ് ബി എൻ IAS ഓഫീസർ എന്ന് പറയുന്ന കമ്മിറ്റിയാണ് VL മേത്ത കമ്മിറ്റി. 2 കമ്മിറ്റീനെ പരിചയപ്പെടണം. VL മേത്തയുണ്ട്, ഡാൻഡെ കമ്മിറ്റിയുണ്ട്. രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട 2 കമ്മിറ്റികളാണ് VL മേത്ത കമ്മിറ്റി, ഡാൻഡെ കമ്മിറ്റി. രജിസ്ട്രാർ ഷുഡ് ബി എൻ IAS ഓഫീസർ എന്ന് പറയുന്നത് VL മേത്ത കമ്മിറ്റി. ഡെലഗേഷൻ ഓഫ് പവേഴ്സ് ഓഫ് രജിസ്ട്രാർ പറഞ്ഞിരിക്കുന്നത് ഡാൻഡെ കമ്മിറ്റിയാണ്.